വിശുദ്ധ അൽഫോൻസമ്മ ക്രൂശിതനാകുന്ന ക്യാൻവാസിലേക്ക് തൻ്റെ ജീവിതത്തെ ചേർത്ത് വരച്ചപ്പോൾ അനേകർക്ക് വേണ്ടി മുറിയപ്പെട്ട, അനേകർക്ക് വേണ്ടി കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട, മുറിയപ്പെട്ടത് പകർന്നു കൊടുത്ത ഒരു ജീവിതമാണ് നമുക്ക് കാണാൻ സാധിക്കുക. കുഞ്ഞായിരിക്കുമ്പോൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു വിശുദ്ധയാകുക. ഭൂമിയിൽ അന്നക്കുട്ടി ജനിച്ച് വളർന്ന് അൽഫോൻസമ്മയായപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അതിന് അവൾ കണ്ടെത്തിയൊരു മാർഗം വളരെ ലളിതവും രസകരവുമായിരുന്നു. എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അതെ, തൻ്റെ ജീവിതം മുഴുവനും കർത്താവിന് വിട്ടുകൊടുക്കുക. അവിടുന്ന് അവിടത്തോട് ഇഷ്ടം പോലെ എന്തും പെരുമാറിക്കൊള്ളട്ടെ. അവൾക്കത് സാധിച്ചു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഭാരതത്തിലെ അൽഫോൻസമ്മ ഒരു മിന്നും താരമായി തീർന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഭാരതത്തിൽ മിന്നിത്തിളങ്ങുന്ന ഒരു വെള്ളി നക്ഷത്രമായി അൽഫോൻസമ്മ മാറി. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ചുറ്റും എത്രയോ ക്യാൻവാസുകളുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങൾ വളർന്നു വന്ന ആ കുടുംബമാവുന്ന ക്യാൻവാസിലേക്ക് ഒന്ന് നോക്കിയാലോ? എനിക്കും നിങ്ങൾക്കും വേണ്ടി അനുദിനം ചെത്തി മിനുസപ്പെടുത്തിയ, അനുദിനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ചിത്രം നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നില്ലേ നിങ്ങളുടെ കുടുംബമാകുന്ന ക്യാൻവാസിൽ? അതിനപ്പുറമുള്ളൊരു ക്യാൻവാസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ആത്മാർപ്പണത്തിൻ്റെ, സ്വയാർപ്പണത്തിൻ്റെ ഒരു ക്യാൻവാസ്. ആരാലുമില്ലാത്ത അനേകം മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഈ ലോകത്തിലെ ഒരു കൂട്ടം സമർപ്പിതർ. രോഗത്താൽ കഴിയുന്നവരെയും, രോഗത്തിൻ്റെ പീഡനങ്ങളാൽ വേദനിക്കുന്നവരെയും, അജ്ഞതയുടെ അന്ധകാരത്തിൽ കഴിയുന്നവരെയും, അതോടൊപ്പം തെരുവിലെ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ജീവിതം അവർക്കായി മാറ്റിവെക്കുന്ന, തൻ്റെ ജീവിതം പൂർണ്ണമായും അവർക്കായി വ്യയം ചെയ്യുന്ന സമർപ്പിതരുടെ ചിത്രങ്ങൾ എത്ര പേർക്ക് ക്യാൻവാസിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്? ഈ ജീവിതങ്ങളാണ് ക്രിസ്തുവിൻ്റെ കയ്യിലെ അതിമനോഹരമായ വിശുദ്ധിയുടെ നിറപ്പകിട്ടാർന്ന പെൻസിലുകളായി രൂപപ്പെടുന്നത്. ഈ ചെറുതാകൽ തന്നെയല്ലേ അൽഫോൻസമ്മയുടെ ജീവിതത്തിലെ മുർത്തിരിയുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? തൻ്റെ ചുമരുകൾക്കുള്ളിൽ കിടന്നുകൊണ്ട് ആരാലും അറിയപ്പെടാത്ത, രോഗത്താൽ വേദനിക്കുന്ന, അജ്ഞതയിൽ കഴിയുന്ന, എന്തിന് തെരുവിൻ്റെ മക്കളായി എന്ന് പേരുകുത്തിയ അനേകം മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒരു മുർത്തിരിയായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഈ മക്കൾക്ക് വേണ്ടി, ആരാലും ഉപേക്ഷിക്കപ്പെട്ട ഈ ജീവിതങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ദൈവസന്നിധിയിൽ ഉരുകി. തീർച്ചയായിട്ടും ഈ ഉരുകിത്തീരലല്ലേ ഇന്നിൻ്റെ അൽഫോൻസമ്മ ലോകം മുഴുവനും വെട്ടിത്തിളങ്ങുന്ന ഒരു മുർത്തിരിയായി മാറാൻ കാരണമായത്. അതേ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയല്ലേ? അനേകർക്ക് എടുത്തുപയോഗിക്കാവുന്ന, അനേകർക്ക് എടുത്ത് വരയ്ക്കാവുന്ന ഒരു പെൻസിലായി, അനേകം മക്കൾക്ക് വെളിച്ചം പകരുന്ന ഒരു മുർത്തിരിയായി നമുക്കും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയാലോ? ഒന്ന് ചിന്തിക്കാം. ഒരു ശില്പിക്ക് ക്യാൻവാസ് ഇല്ലാതെ, ഒരു ശില്പിക്ക് ചുമർഭിത്തികളില്ലാതെ എങ്ങനെയാണ് ചിത്രം വരയ്ക്കാൻ സാധിക്കുക? യേശുക്രിസ്തു ആകുന്ന യഥാർത്ഥ ശില്പിയുടെ കൈകളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം. അതിനായി നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.